ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അയ്യപ്പൻ വിളക്ക് എന്ന ഒരു ആചാര കലയാണ്. ഇതും മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു അനുഷ്ഠാന കലാരൂപമാണിത്. അയ്യപ്പൻ വിളക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും കെട്ടുമുറുക്കിൻ്റെയും ശബരിമല ദർശനത്തിൻ്റെയും ഒക്കെ സമയമാണ്. അപ്പോൾ എന്താണ് ഈ അയ്യപ്പൻ വിളക്ക് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. നമുക്കെന്താണ് അയ്യപ്പൻ വിളക്ക് എന്നൊന്ന് നോക്കാം. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ആചാര കലയാണ് അല്ലെങ്കിൽ അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ വിളക്ക്. അയ്യപ്പനും മണികണ്ഠനുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തികൾ. കൂടാതെ ഭഗവതി, കരുമല, വാവർ എന്നിവരും ആരാധിക്കപ്പെടുന്നുണ്ട് ഇതിൽ. അയ്യപ്പൻ്റെ ജനനവും പന്തളം കൊട്ടാരത്തിലെ ബാല്യവും കൗമാരവും പുലിപ്പാൽ തേടിയുള്ള യാത്രയും വാവരുമായുള്ള ചങ്ങാത്തവും മഹിഷിയുമായുള്ള യുദ്ധവും ശബരിമലയിലേക്കുള്ള യാത്രയും എല്ലാം പാട്ടിൻ്റെ ഈരടികളോടെ ഇതിൽ അവതരിപ്പിക്കുന്നു. അയ്യപ്പൻ വിളക്കിന് പാട്ടിനാണ് പ്രാധാന്യമെങ്കിലും അതിൽ തന്നെ കാണിപ്പാട്ട്, കാൽവിളക്ക്, അരവിളക്ക്, മുഴുവൻ വിളക്ക് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളും ഉണ്ട്. കാണിപ്പാട്ടിൽ അയ്യപ്പൻ്റെ കോമരം അഥവാ വെളിച്ചപ്പാട് തുള്ളി കൽപ്പനകൾ നൽകുന്നു. ഈ ചടങ്ങിൽ അയ്യപ്പന് മാത്രമാണ് ചെറിയൊരു ക്ഷേത്രം പണിയുന്നത്. കാൽവിളക്കിൽ അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രമുണ്ട്. അരവിളക്കിന് അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രങ്ങളും വാവർക്ക് പള്ളിയും പണിയുന്നു. മറ്റുള്ളവർക്ക് സ്ഥാനം കണ്ട് പ്രതിഷ്ഠിക്കുന്നു. കാണിപ്പാട്ട്, കാൽവിളക്ക്, അരവിളക്ക് തുടങ്ങിയവ വീടുകളിൽ നടത്താവുന്നതാണ്. എന്നാൽ മുഴുവൻ വിളക്ക് എന്നത് ദേശവിളക്കായാണ് നടത്താറ്. ദേശവിളക്കിന് അയ്യപ്പൻ, ഭഗവതി, ഭൂതഗണങ്ങളായ കൊച്ചുകടുത്ത, കരിമല എന്നിവർക്ക് ക്ഷേത്രങ്ങളും വാവർക്ക് പള്ളിയും പണിയുന്നു. കൂടാതെ അയ്യപ്പക്ഷേത്രത്തിന് മുൻപിൽ മണിമണ്ഡപവും ഗോപുരവും തീർക്കുന്നു. നാഗരാജാവിനും ഗണപതിക്കും സരസ്വതിക്കും പീഠാചാരമാണ്. വൈകുന്നേരം തുടങ്ങുന്ന അയ്യപ്പൻ വിളക്ക് പിറ്റേന്ന് പുലർച്ചയോടെയാണ് അവസാനിക്കുന്നത്. അയ്യപ്പൻ വിളക്ക് എന്നാണ് പേരെങ്കിലും പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നതും പുലർച്ചയ്ക്കുള്ള പൂജയും ഭഗവതിക്കാണ്. വാഴപ്പോള, മുളയാണി, ഈർക്കിലാണി, കുരുത്തോല, തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കലാകാരന്മാരുടെ വൈദഗ്ധ്യവും ഉപയോഗിച്ചാണ് അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രങ്ങൾ പണിയുന്നത്. തനതായ പൂജയും പാട്ടുകളുമായി അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രദേശങ്ങളിലാണ്. അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു സംഘത്തിൽ ഏകദേശം 20 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഗണപതി, ഗുരു, പന്തൽ, സരസ്വതി തുടങ്ങിയവർക്ക് സ്തുതിപാടി അസുരനായ ശൂർപ്പകൻ്റെ ചരിത്രം പാടിയാണ് അയ്യപ്പൻ വിളക്കിലെ പാട്ട് ആരംഭിക്കുന്നത്. പാലക്കൊമ്പ് എഴുന്നള്ളിക്കൽ, പാട്ട്, അയ്യപ്പനും വാവരുമായുള്ള വെട്ടുതടവ് അഥവാ വേട്ടവിളി, കണലാട്ടം എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഗുരുതിയോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. അയ്യപ്പൻ വിളക്കിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണും എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.